അപ്പോൾ ഇതുപോലത്തെ ഷോവാൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ടൈല് വെക്കാൻ ഉദ്ദേശം ഇല്ലാന്നുണ്ടെങ്കിൽ ടെക്സ്ചർ പെയിന്റോ അല്ലെങ്കിൽ മറ്റുള്ള പെയിന്റുകളോ നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ വാട്ടർ പ്രൂഫിംഗ് ചെയ്തതിന് ശേഷം മാത്രം ചെയ്യുന്നുള്ളതാണ്. വാട്ടർ പ്രൂഫിങ്ങിന് വേണ്ടിയിട്ട് ഒരുപാട് കമ്പനികൾ നല്ല നല്ല പ്രൊഡക്റ്റുകൾ വരുന്നുണ്ട്. ഏകദേശം വാറണ്ടിയും കാര്യങ്ങളൊക്കെ നോക്കി ട്രസ്റ്റഡ് ആയിട്ടുള്ള ബ്രാൻഡ് നോക്കിയിട്ട് വാങ്ങുക. ഒരു കാരണവശാലും നമ്മൾ പുറമേ ഉള്ള വാളിൽ പുട്ടിയിടാതിരിക്കുന്നതായിരിക്കും ബെസ്റ്റ് ആവുക. പുട്ടിയിടുന്ന സമയത്തേക്കുള്ള ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ പുട്ടിയിടുമ്പോൾ നമ്മൾ അതിൻ്റെ ഒരു എലാസ്റ്റിക് പോലെ ഒരു ഷീറ്റ് പോലെ ഇങ്ങനെ വരുന്ന സമയത്തേക്ക് ഇതിൻ്റെ ഉള്ളിലൊക്കെ കാപ്പിലറി റൈസ് വഴി വന്ന വെള്ളമോ അല്ലെങ്കിൽ മുകളിൽ നിന്ന് വരുന്ന വെള്ളമോ ഉണ്ടെങ്കിൽ ആ വെള്ളം ഔട്ടാവാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലുള്ള ആ ഗ്യാസ് ഔട്ടാവാൻ ശ്രമിക്കുന്ന സമയത്തേക്ക് അവിടെ ബൾജായി വരികയും പിന്നീട് പൊട്ടി പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എത്ര നല്ല വാട്ടർ പ്രൂഫിംഗ് പുട്ടിയിട്ടാലും ആ ഒരു പ്രോബ്ലം വരുന്നുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ കഴിയുമെങ്കിൽ ടൈൽ വെക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ടെക്സ്ചർ പെയിന്റ് പോലത്തെയൊക്കെ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഈ വാട്ടർ പ്രൂഫിംഗ് ചെയ്തതിന് ശേഷം മാത്രം ചെയ്യുക. പല വീടുകളും ഇന്ന് ബുദ്ധിമുട്ടിലാണ്. പലരും ഇന്ന് കണ്ടംപററി സ്റ്റൈലിലുള്ള വീടുകൾ എടുത്തിട്ട് പെട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിൽ നമ്മുടെ കാലാവസ്ഥയ്ക്ക് പറ്റില്ല എന്ന് പലരും പറഞ്ഞിട്ടുണ്ടെങ്കിലും നമുക്ക് ആ ഒരു ഡിസൈനും അതിൻ്റെ ഒരു ബോക്സി ഷേപ്പൊക്കെ കണ്ടപ്പോൾ പല ആൾക്കാരും ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എങ്ങനെയുണ്ട്? ഇഷ്ടമായി ലൈക്ക് ചെയ്തേക്കണേ.